4 വർഷം മുമ്പ് തിരുവനന്തപുരം വലിയതുറ UP സ്കൂളിലേക്ക് കടലാക്രമണത്തിൽപ്പെട്ട് സർവ്വതും നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളുടെ ദുരിതം പകർത്താൻ വേണ്ടി പോകുമ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനൊരു കാഴ്ച പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങൾക്ക് വേറെ ആരുമില്ല തരെ. ആ കുട്ടിയൊന്നും ജോലിക്ക് പോയിട്ടതാ 2 ആഴ്ച കൊണ്ട് ജോലിക്ക് കിടക്കുന്നത്. കയ്യും കാലം ഒരു വേദനയായിട്ട് പോകണില്ല. ഞങ്ങൾ തിന്നുമെങ്കിൽ തിന്നെ ഇന്ന് വ്യാപിക്കുന്നത് നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞു പോകണം. ഞങ്ങൾക്ക് ഒരു ജീവിതമില്ല. ഈ 1 വർഷത്തിന് മുമ്പേ ആണെങ്കിൽ ഇവിടെ നിന്നല്ലേക്ക് കൊണ്ട് തന്ന് അങ്ങനെയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് ആഹാരമൊന്നും വേണ്ട, കൊടുക്കാൻ വസ്ത്രം വേണ്ട, ഒന്നും വേണ്ട. കയറി എവിടെയെങ്കിലും ഒരു മൂലയിൽ കിടന്ന് ചാവണം. അത് തന്നെ ഇനിയുള്ളത്. വേറെ ഒരു ഇതില്ല ഞങ്ങൾക്ക്. നേരിട്ട് കാണാനായില്ലെങ്കിലും 2 ദിവസം മുമ്പ് എൻ്റെ സഹപ്രവർത്തകരുടെ ക്യാമറ കണ്ണിലൂടെ ഞാൻ വീണ്ടും ആ വല്യമ്മയെയും വല്യപ്പച്ചനെയും കണ്ടു. അന്ന് അവരുടെ മുഖത്ത് കണ്ണുനീറായിരുന്നുവെങ്കിൽ ഇന്ന് അവരുടെ മുഖത്ത് ചിരിയുടെ പൊൻവിളിച്ചമാണ്. അത് സംസ്ഥാന സർക്കാരിൻ്റെ പുനർഗേഹം പദ്ധതിയിലൂടെ അവർക്ക് ഒരു ഫ്ലാറ്റ് ലഭിച്ചതിൻ്റെ സന്തോഷമാണ്. 9 വർഷം കൊണ്ട് കിടന്ന് കഷ്ടപ്പെട്ട് 2 വീട് കളഞ്ഞുകൊണ്ട് കിട്ടിയതാണ്. കഷ്ടപ്പെട്ട കയ്യും കാലും വീട് കിടക്കും. അതിന് അവസാനം ഇപ്പൊ കിട്ടുന്നു. എല്ലാം ചെയ്ത് കഷ്ടപ്പെട്ട് ഇപ്പൊ 2 പേർക്ക് എഴുച്ച് നടക്കാൻ വയ്യ. അങ്ങനെ ഇപ്പൊ കിട്ടിയ അവിടെ കിടന്ന് മരിക്കണം എന്നുള്ള സന്തോഷമേ ഉള്ളൂ.